ഹലോ, ട്വിൻ ഫ്ലെയിംസ് തമ്മിൽ വിവാഹം ചെയ്യാമോ? വിവാഹം ചെയ്യാം, ചെയ്യാതിരിക്കാം. അത് സ്പിരിച്വലി അവേക്കൻഡ് ആയ ഒരു ഡി എഫിൻ്റെ മാത്രം ചോയ്സാണ്. ഡി എഫിൻ്റെ ആ സമയത്തെ മാനസികാവസ്ഥ പോലിരിക്കും മാരേജ് നടക്കുന്നതും നടക്കാത്തതും. സ്പിരിച്വലി അവേക്കൻഡ് ആയ ഡി എഫ് വളരെ ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നയാളാണ്. ആ ഡി എഫിന് മുന്നോട്ട് ജീവിക്കാൻ തൻ്റെ ഡി എമ്മിൻ്റെ കൂട്ട് വേണമെന്ന് ഒരു നിർബന്ധവും ഉണ്ടായിരിക്കില്ല. ആ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഡി എം തൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. തൻ്റെ പാർട്ടായതിനെ, തൻ്റെ സ്വന്തമായതിനെ വീണ്ടും എന്തിനു സ്വന്തമാക്കണം എന്ന ചിന്തയായിരിക്കും ആ ഡി എഫിന്. കാർമിക് ലൂപ്പിൽ ജീവിക്കുന്ന തൻ്റെ ഡി എമ്മിനെ അവിടെ അനുഭവങ്ങൾ എടുക്കാൻ ഡി എഫ് അനുവദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എടുക്കട്ടെ, അവിടെ അദ്ദേഹം ഹാപ്പിയാണെങ്കിൽ ഹാപ്പിയായിരുന്നോട്ടെ. അദ്ദേഹത്തിൻ്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം, അദ്ദേഹം എന്നിൽ തന്നെയുണ്ട് എന്നൊക്കെയാണ് ഡി എഫ് ചിന്തിക്കുന്നത്. ഓക്കെ, ഇൻ കേസ് ഡി എമ്മിൻ്റെയും കാർമിക് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ചില ഡി എഫ്സ് സൊസൈറ്റിയെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഡി എമ്മിനോടുള്ള മാരേജ് ചൂസ് ചെയ്യും. അങ്ങനെ പോലും ഒരു ഡി എഫ് ചിന്തിക്കണമെങ്കിൽ, അതായത് ഈ മാരേജ് വേണം എന്ന് ഡി എഫ് തീരുമാനിക്കുന്നെങ്കിൽ അത് ആ ഡി എഫും ഡി എം എന്നീ രണ്ട് വ്യക്തികളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ അനുസരിച്ചിരിക്കും. അവർ തമ്മിൽ കർമാസ് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ വിവാഹം ചെയ്യാൻ പോലും മനസ്സിൽ അവർക്ക് തോന്നുകയുള്ളൂ. ഓക്കെ, നമുക്കറിയാം രണ്ട് വ്യക്തികൾ തമ്മിൽ അടുക്കുന്നത് അവരുടെ പാസ്റ്റ് ലൈഫ് കർമ്മഘടങ്ങൾ വീട്ടാനാണല്ലേ. അതുപോലെയാണ് ഇത്. രണ്ട് വ്യക്തികൾ തമ്മിൽ കർമ്മഘടങ്ങൾ വീട്ടാനുണ്ടെങ്കിൽ പ്രപഞ്ചം അവരെ തമ്മിൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കും. മനസ്സിലായോ? അതുപോലെ അവർ തമ്മിൽ കർമ്മഘടങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ ഒരാൾ ഈ ഭൂമിയിലേക്ക് അവരിലൂടെ ഉണ്ടാകണമെന്ന കർമ്മ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ വിവാഹം ചെയ്തിരിക്കും. ഇതിനെ നമ്മൾ ഡെസ്റ്റിനി, വിധി എന്നൊക്കെ പറയും. ട്വിൻ ഫ്ലെയിംസ് ആയ ശിവഭഗവാനും പാർവതി മാതായും വിവാഹിതരായത് ലോക നന്മയ്ക്കായി തടസ്സങ്ങൾ മാറ്റുന്ന ഗണപതി ഭഗവാൻ ഈ ഭൂമിയിൽ ജന്മമെടുക്കണം എന്ന കർമ്മ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ അവർക്ക് രണ്ടാൾക്കും ഒരുമിച്ചുള്ള സോൾ പർപ്പസ് ഉള്ളത് കൊണ്ടും കൂടിയാണ്. ഇനി ട്വിൻ ഫ്ലെയിംസ് തമ്മിൽ വിവാഹം ചെയ്താലോ? അതിത്തിരി അപകടം പിടിച്ച അവസ്ഥയാണ്. ആ ലൈഫ് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ഓക്കെ, ട്വിൻ സോൾസ് തമ്മിൽ ഏറ്റവും ബെറ്ററായ ഒരു റൊമാൻസ് ഒക്കെ ഉണ്ട്, കാര്യം ശരിയാണ്. പക്ഷേ വിവാഹിതരായ ശേഷവും എപ്പോഴൊക്കെയാണോ ഇവർ സെൽഫ് ലവ് മറന്ന് താൻ സെറ്റ് ചെയ്ത് വെച്ച ബൗണ്ടറി ഒക്കെ മറന്ന് ജീവിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, നീണ്ട സെപ്പറേഷൻ ഉണ്ടാകും. മനസ്സിലായോ? നമുക്കറിയാം, സാധാരണ ഒരു വിവാഹം കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള സോൾസ് തമ്മിൽ ഓവറായിട്ട് സ്നേഹം, അറ്റാച്ച്മെൻറ്റ്, ഇതിൽ സ്വാർത്ഥത ഇതൊക്കെ ഉണ്ടാകും അല്ലേ. ട്വിൻ സോൾസ് വിവാഹശേഷം ഈ രീതിയിലൊക്കെ ആയിപ്പോയാൽ അവർ സെൽഫ് ലവ് മറക്കുന്നു എന്നാണ് അർത്ഥം. ഇത് ഡി എമ്മിനും ഡി എഫിനും ബാധകമായൊരു കാര്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെങ്ങനെ ആയിരിക്കണം? അപ്പോൾ അവർ ചെയ്യേണ്ടത്, വിവാഹം കഴിഞ്ഞാലും അവരവരുടെ സെൽഫ് ലവിൽ തന്നെ നിൽക്കുക. അതായത് ഡി എഫ് ചിന്തിക്കണം ഡി എം തൻ്റെ ഉള്ളിലാണുള്ളത്, അതുപോലെ ഡി എമ്മും ചിന്തിക്കണം ഡി എഫ് എൻ്റെ ഉള്ളിലാണുള്ളത്. ഓക്കെ, പിന്നെ അവരുടെ എനർജി ലീക്ക് ആകാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് ജീവിക്കുക. ഇന്നർ വർക്ക് ആൻഡ് മെഡിറ്റേഷൻ നിർത്താതെ അപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. പരസ്പരം അൺകണ്ടീഷണൽ ലവ് ഷെയർ ചെയ്യുക. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണ്ടീഷനും ഇല്ലാതെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയിലായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈവസി കൊടുത്തുകൊണ്ട് പരസ്പരം ഡിപ്പെൻഡ് ആകാതെ, പരസ്പരം അനാവശ്യ പ്രതീക്ഷകളില്ലാതെ, പരസ്പരം അംഗീകരിച്ച് നല്ല ക്ഷമയോടുകൂടി ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവരുടെ ലൈഫ് ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. സാധാരണ വിവാഹ ജീവിതത്തിൽ പാർട്ട്നേഴ്സിനിടയ്ക്ക് കണ്ടുവരുന്ന സ്വാർത്ഥത, നീ എൻ്റെ മാത്രമാണ് എന്നുള്ള ഒരു ചിന്ത, പരാതികൾ, പിണക്കങ്ങൾ, ഇതൊന്നും ഡി എഫിൻ്റെയും ഡി എമ്മിൻ്റെയും വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല. സ്പിരിച്വലി അവേക്കൻഡായ ഡി എമ്മും ഡി എഫും അവരുടെ സോൾസിൻ്റെ യൂണിയന് ശേഷമാണ് വിവാഹം ചെയ്യുന്നതെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ സജഷൻസ് ഇല്ലേ, അതൊക്കെയും അവർ തന്നെ ചെയ്തോളും. അതൊക്കെ പാലിച്ചായിരിക്കും അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ യാത്ര ചെയ്ത് അവർ പഠിച്ചെടുത്ത പാഠങ്ങൾ തന്നെയാണ് അവർ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. അതായത് സെൽഫ് ലവ്, അൺകണ്ടീഷണൽ ലവ്, ബൗണ്ടറി സെറ്റിങ്, ലെറ്റ് ഗോ, ഗിവ് പ്രൈവസി, ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്, ഇതൊക്കെയും. ഓക്കെ, ഇനി സ്പിരിച്വലി അവേക്കൻഡ് ആകാത്ത ഡി എമ്മും ഡി എഫും വിവാഹം ചെയ്യുകയാണെങ്കിൽ, അതായത് അവരുടെ സോൾ യൂണിയന് മുന്നേ വിവാഹം ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ളവരുടെ ലൈഫിൽ
ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. പിണക്കം, പരാതി, സങ്കടം, സെപ്പറേഷൻ, വീണ്ടും അടുക്കുന്നു, പിന്നെയും ബ്രേക്കപ്പ്, ഇങ്ങനെയൊക്കെ പോകും. കാരണം എന്താ, അവരുടെ സോൾ യൂണിയന് മുന്നേ ഡി എമ്മിൻ്റെയും ഡി എഫിൻ്റെയും എനർജീസ് തമ്മിൽ മാച്ച് ആകില്ല. അതുകൊണ്ടാണ്. മനസ്സിലായോ? അതാണ് പറയുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നല്ല ഭർത്താവ്, ഭാര്യ, കുടുംബം, കുട്ടികൾ, സ്നേഹം, ഇതൊക്കെയും ട്വിൻ ഫ്ലെയിംസ് വിവാഹം ചെയ്താലും ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം, അവർ രണ്ടാളും സ്പിരിച്വലി അവേക്കൻഡ് ആയ ശേഷം, സോൾ യൂണിയൻ നടന്ന ശേഷം മാത്രമേ വിവാഹം ചെയ്താൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ. ഓക്കെ, ഈ ഒരു ഘട്ടത്തിൽ വരെ എത്താൻ കാത്തിരിക്കാനുള്ള ഒരു ക്ഷമയും വേണം ഓരോ ഡി എഫിനും ഡി എമ്മിനും. മനസ്സിലായോ? പിന്നെ നമ്മൾ സ്വപ്നം കണ്ട പോലെയുള്ള ജീവിതം, ഈ കടമ്പകളൊന്നും കിടക്കാതെ കിട്ടാനുള്ള ഒരു മാർഗ്ഗമുണ്ട്. അതെന്താണെന്നറിയോ? വിവാഹ ജീവിതം നമ്മുടെ സോൾമേറ്റിനൊപ്പം ആയാൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അവിടെ രണ്ടാളും വളരെ സപ്പോർട്ടീവാണ്. ഈ ജീവിതകാലം സ്വപ്നം കണ്ടതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു സോൾമേറ്റിനെ തന്നെ മതി. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.